വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാര കാര്യത്തിൽ എന്താണ് ഇവിടെ ഭയങ്കരമായ പ്രശ്നങ്ങൾ, മട്ടൻ കട്ടുകൊണ്ട് പോകുന്നു, ഹലുവ കള്ളീന്ന് വിളിക്കുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, നിങ്ങൾ എന്താണ് ഞങ്ങൾ ആഹാരം കൊണ്ടുതരാതെ ഇരുന്നിട്ട് പോലും ഇത്രയും പ്രശ്നം, ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാര സാധനങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്തെങ്കിലും ആയിക്കുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനുമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനുമോളെ അവിടെ സംഭവിച്ചത്. അപ്പോൾ അനുമോൾ എണ്ണിച്ചിട്ട് പറയുന്നുണ്ട്, ലാലേട്ടൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ആഹാര സാധനങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും പോയി സ്പൂൺ എടുത്തിട്ട് വന്നിട്ട് മണ്ണ് മാന്തുന്ന കണക്കാണ് ആഹാരം മാറിക്കൊണ്ട് പോകുന്നത്. അത് ശരിയുള്ള കാര്യമല്ല. വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈയിട്ടെടുക്കുന്ന സ്വഭാവമാണ് ഇവർ ചെയ്യുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഉള്ള 13 പേർക്ക് ഒരുപോലെ പ്ലേറ്റ് എടുത്ത് വെച്ച് നിരത്തി വെച്ച് വിളമ്പിക്കാൻ എല്ലാവർക്കും കൊടുക്കുമ്പം ഇവർ ഒരു സൈഡിൽ കൂടെ എന്തിനാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്? ഞാൻ ഫുഡിനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ലാലേട്ടാ. അപ്പോഴേക്ക് ഷാനവാസ് സ്റ്റാർട്ട് ചെയ്തു. ഷാനവാസ് പറഞ്ഞ, ലാലേട്ട ഇവളെന്നോട് ഭയങ്കരമായ വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തുകയാണ്. ഇവളെന്നെ പട്ടിയെ പോലെ ഞാൻ ആ ഫുഡിന് വേണ്ടി ഇവളുടെ പുറകെ ചെല്ലേണ്ടുന്ന കണക്ക് ഇവളെന്നെ കൊണ്ട് ചോദിപ്പിക്കും. ഞാൻ ഇവളോട് കെഞ്ചി ചോദിച്ചാൽ പോലും ഇവളെനിക്ക് ആഹാരം തരത്തില്ല. അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോൾക്കെതിരെ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല ഇത്രയും ദിവസം. ഇപ്പോൾ ആദിലെ നൂറയൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പരാതി പറഞ്ഞു എന്ന്. ഞാൻ യഥാർത്ഥത്തിൽ ഇതൊന്നും അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പൊതുവേ എല്ലാവരുടെ അടുത്ത്, ഇപ്പോൾ ആര്യൻ്റെ കാര്യവും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആര്യൻ പൊതുവേ ഇങ്ങനെയാണ്, എപ്പോഴും കൈയിട്ടെടുക്കുന്നൊരു സ്വഭാവം അവനുണ്ട്. അപ്പം ഞാൻ അതിനെ എതിർക്കും. എനിക്കിത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് എടുത്തുകൊണ്ട് പോകുമ്പം ബാക്കിയുള്ളവർക്കല്ലേ ആഹാരം കിട്ടാതിരിക്കുന്നതെന്നും അനുമോൾ പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, ജിസേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജിസേൽ പലപ്പോഴും അനുമോളുമായിട്ട് ആഹാര കാര്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ജിസേൽ മറ്റുള്ളവർക്ക് കൊടുക്കാതെ എടുത്തുകൊണ്ട് പോയ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം തീർച്ചയായിട്ടും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് ജിസേൽ സംസാരിക്കും. അനുമോൾ പറയുന്നുണ്ട്, കഴിഞ്ഞ വീക്കിൽ സ്വീറ്റ്സ് കൊണ്ടുവന്നപ്പോൾ സ്വീറ്റ്സ് കട്ട് ചെയ്തത് ചെറുതായി പോയെന്നും പറഞ്ഞിട്ടൊരു വഴക്കുണ്ടായി. ആ ഹൽവയായിരുന്നു, ഹൽവ കള്ളീന്ന് വരെ വിളിച്ചു എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജിസേൽ എണീറ്റിട്ട് പറഞ്ഞിട്ട്, എന്നാ നോണ, എന്തൊരു നോണ ഇവള് പറയുന്നത്. ഷാനവാസ് പറഞ്ഞിട്ട്, ഇവള് കള്ളി, വെറും നോണയെ ഇവള് പറയുന്നത്, വെറും കള്ളിയായി ഇവള്. ഫാമിലി റൗണ്ടിൽ ഹൽവ കൊണ്ടുവന്നപ്പോൾ ഇവള് ഹൽവ എടുത്തുകൊണ്ട് ഓടി. അപ്പോൾ ഇവർ പിടിച്ചു. എനിക്ക് കിട്ടിയില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇരിക്കുന്നുണ്ട്, ഹൽവ കിട്ടിയില്ല. ഇല്ല, എനിക്ക് കിട്ടിയില്ല. എന്താ കിട്ടാഞ്ഞെന്ന് ചോദിച്ചാൽ നീ കൊടുത്തില്ല. ഭാഗ്യത്തിന് ഞങ്ങൾ കൊടുത്തതല്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ലാലേട്ടൻ അങ്ങ് ഒഴിയുന്നുണ്ട്. വീണ്ടും അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അനീഷ് ഇവിടെ നടക്കുന്നതൊക്കെ. അപ്പോൾ അനീഷ് പറയാണ്, അനീഷാണെങ്കിൽ ലോക ഊടായിപ്പോൾ വർത്താനം പറയുന്ന ഒരാൾ. അനീഷ് പറയുക, ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് അനുമോൾ. പക്ഷേ ആ ഒരു പേരും പറഞ്ഞ് അനുമോൾ ഒരുപാട് ഉടായിപ്പുകൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അനീഷ് പറയുന്നു. ഞങ്ങളെല്ലാവരും കിച്ചണിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അനുമോളെന്ന് അനീഷ് പറയുന്നുണ്ട്. പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് പറയുന്ന ഇതാണ്, അനുമോൾ ഭയങ്കര ഉടായിപ്പ് എടുക്കുന്നതായിട്ട് തോന്നുന്നു. ഒരു നാടകം കളിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നെന്നും അനീഷ് പറയുന്നുണ്ട്. ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, 2 തവണ ഞാൻ ചെന്ന് പറഞ്ഞു, ചേട്ടാ ഇതിനകത്ത് മാവിനകത്ത് വെള്ളം കൂടിപ്പോയി, ഇങ്ങനെ കുഴയ്ക്കരുത്. അപ്പോഴത്തേക്ക് അനീഷ് ചേട്ടൻ അത് ഇഷ്ടപ്പെടുന്നില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചപ്പാത്തി അത് ഉണ്ടാക്കിയെടുക്കാൻ പാടാണ് ലാലേട്ട. അത് നമ്മൾ പറയുമ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യണ്ടേ, അങ്ങനൊരു സ്വഭാവം അനീഷ് ചേട്ടനില്ലെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ഒനിലിനോട് ചോദിക്കുന്നുണ്ട്, ഒനിൽ ഇവിടുത്തെ ഒരു സൂപ്പർ ഷെഫല്ലേ, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. ആ മട്ടൻ പീസിൻ്റെ കാര്യത്തിനകത്ത് നമ്മളെന്ത് പറയാനാട്ടാ, ഫുഡിൻ്റെ കിട്ടാതിരുന്ന് കിട്ടുമ്പം ഉള്ള ഒരു പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ എനിക്കങ്ങനെ ഒരു പീസ് കിട്ടിയായിരുന്നു, ബാക്കിയൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് നമ്മളങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എന്നാലും ഇവിടെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്നും ഒനിൽ പറഞ്ഞു. ഒനിൽ അങ്ങനെ അനുമോളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റിയോ മോശമായിട്ട് ഒന്നും ലാലേട്ടനോട് സംസാരിക്കുന്നില്ല ഈ വിഷയത്തിൽ.